ബ്രിട്ടനിലെ റിച്ചസ്റ്റ് ഇന്ത്യൻ ഫാമിലീസിൽ ഒന്നായിട്ടുള്ള ഹിന്ദുജ ഫാമിലിയിലെ 4 പേര് അറസ്റ്റിലായി ജയിലിൽ പോയിട്ടുണ്ട്. പ്രകാശ് ഹിന്ദുജ, പുള്ളിയുടെ വൈഫ് കമല ഹിന്ദുജ, മോൻ അജയ് ഹിന്ദുജ, പിന്നെ മോന്റെ വൈഫ് നമ്രത ഹിന്ദുജ. ഇത്രയും ആളുകളാണ് ജയിലിൽ പോയിരിക്കുന്നത്. അതിന്റെ കാരണമാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ളത്. കാരണം ഇന്ത്യയിൽ നിന്ന് അവർ സെർവൻസിനെ വീട്ടുജോലിക്കായിട്ട് കൊണ്ടുപോയിട്ട് അടിമകളെ പോലെ ട്രീറ്റ് ചെയ്തു. അവരുടെ വീട്ടിലെ പട്ടിക്ക് കൊടുക്കുന്ന മെയിൻ്റെനൻസ് കോസ്റ്റ് പോലും അവരുടെ സെർവൻസിന് സാലറി ആയിട്ട് കൊടുത്തിട്ടില്ല. അവർക്ക് സാലറി കൊടുത്തിരുന്നത് ലോക്കൽ കറൻസിയിലാണ്. അതായത് സ്വിസ് ഷെഫിലല്ല സാലറി കൊടുത്തിരുന്നത്, ഇന്ത്യൻ രൂപയിലാണ്. പെർ ഡേ അവർക്ക് കൊടുത്തിരുന്ന തുക എന്ന് പറയുന്നത് ഏകദേശം 700 രൂപ മാത്രമാണ്. അതായത് ഒരാഴ്ച 18 മണിക്കൂറിലേറെ അവരെ പണി ചെയ്യിക്കുന്നുണ്ടായിരുന്നു. സ്വിറ്റ്സർലൻഡിലെ നിയമങ്ങൾ അനുസരിച്ച് ഒരാളുടെ മിനിമം അവർലി വേജ് എന്ന് പറയുന്നത് ഏകദേശം 32 ഷെഫാണ്. ഇന്ത്യൻ രൂപ 2800 രൂപ വരുന്ന അവസ്ഥയിലാണ് അവര് വെറും 700 രൂപ മാത്രം കൊടുത്ത് ജോലിക്കാരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവരെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. അവരുടെ പാസ്പോർട്ടും സാധനങ്ങളും ഒക്കെ കോൺഫിസ്കേറ്റ് ചെയ്ത് വെച്ച് അവരെ പുറത്തോട്ട് വിടാത്ത അവസ്ഥയിലേക്കും കാര്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഈ പ്രകാശ് ഹിന്ദുജി എന്ന് പറയുന്ന മനുഷ്യന് 70 വയസ്സിൽ കൂടുതലായി, വൈഫും 70 വയസ്സിൽ കൂടുതലായി, മകന്റെ വൈഫും ഏകദേശം 40സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രാമനാമൻ ജപിച്ച് വീട്ടിലിരിക്കേണ്ട പ്രായത്തിലൊക്കെ ആവശ്യത്തിലധികം ക്യാഷ് ഉണ്ടായിട്ടും ഇമാതിരി പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രകാശ് ഹിന്ദുജിയുടെ നേരെ 2007 സമാനമായിട്ടുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യയിലെ പോലെ കേസ് വേഗത്തിൽ അങ്ങോട്ട് ഒതുക്കി തീർക്കാനും കാര്യങ്ങളൊന്നും ഇവർക്ക് പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ കോടതിക്ക് പുറത്ത് വെച്ച് ഈ കേസിനകത്തുള്ള സിവിൽ ചാർജസ് ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽമെന്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ പോലും കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ക്രിമിനൽ ചാർജസിൽ നിന്നും അവർക്ക് ഊരി വരാൻ പറ്റാത്തത് കൊണ്ട് 4.5 വർഷം വീതം പ്രകാശ് ഹിന്ദുജിയും വൈഫ് കമല ഹിന്ദുജിയും ജയിലിൽ കിടക്കണം. 4 വർഷം വീതം മകൻ അജയ് ഹിന്ദുജിയും മരുമകളായിട്ടുള്ള നമ്രത ഹിന്ദുജിയും ജയിലിൽ കിടക്കേണ്ട അവസ്ഥയുണ്ട്. അപ്പം നമ്മളുടെ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥകളെ പലരും വിലയ്ക്ക് വാങ്ങിക്കുന്ന അവസ്ഥയുള്ളപ്പം ഡെവലപ്ഡ് കൺട്രീസിൽ എത്രമാത്രം കൃത്യമായിട്ടാണ് മൈഗ്രൻസിന്റെ കാര്യത്തിൽ വരെ മുന്നോട്ട് പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ കാര്യങ്ങൾ പുറത്തു വന്നപ്പം ഇവർക്ക് 7.5 കോടി നഷ്ടപരിഹാരം കൊടുക്കണം. പിന്നെ ലോസ്യൂട്ടിന് ചെലവായ പൈസ എന്ന് പറഞ്ഞ് 2.5 കോടി രൂപയും ഈ ഹിന്ദുജ ഗ്രൂപ്പ് ഈ സെർവൻസിന് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൂടാതെ നർമ്മദ ഗ്രൂപ്പ് ഹിന്ദുജ ഗ്രൂപ്പിന്റെ കയ്യിലുള്ള ജ്വല്ലറീസ്, പിന്നെ അവരുടെ ലോക്കറിലുള്ള സാധനങ്ങൾ മൊത്തം കോൺഫിസിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 10 കോടിയിലധികം രൂപ അവർ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഫൈനാൻഷ്യൽ സാങ്ഷൻസ് ഈ ഒരു കുടുംബത്തിന്റെ മേലെ വരികയാണെന്നും റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. സ്വിസ് അതോറിറ്റീസ് അവരുടെ ബാങ്കുകളിൽ ഉണ്ടായിരുന്ന ജ്വല്ലറീസ്, ഡയമണ്ട്സ്, റൂബീസ്, പ്ലാറ്റിനം എല്ലാം സീസ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ആവശ്യത്തിലധികം പൈസ ഉണ്ടായിട്ടും സെർവൻസിനെ ഇങ്ങനെ അടിമകളെ പോലെ ട്രീറ്റ് ചെയ്യുന്നതിന്റെ പേരിൽ വളരെ വളരെ മോശം പരിപാടിയാണിത്. വളരെ മോശമാണോ അല്ലയോ അത് അവരുടെ കാര്യം. എന്നിരുന്നാൽ പോലും ഇന്ത്യക്കാരുടെ പൈസ ഉണ്ടെങ്കിലും അവരുടെ ഹേർട്സ് വളരെ ചെറുതാണ് എന്ന തരത്തിൽ നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹിന്ദുജ ഗ്രൂപ്പ് അട്ടപ്പട്ടലം ജയിലിലായിട്ടുണ്ട്.